നമസ്കാരം. പശ്ചിമ ബംഗാളിൽ ഭരണമാറ്റത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ നിന്നുള്ള നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിനായി അതീവ നിർണായകവും കർശനവുമായ നടപടികളുമായി BJP സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികൾ, റോഹിംഗ്യകൾ എന്നിവരെ കണ്ടെത്തി പുറത്താക്കുന്നതിനായി എല്ലാ ജില്ലകളിലും താൽക്കാലിക തടങ്കൽ പാളയങ്ങൾ അഥവാ ഹോൾഡിംഗ് സെന്ററുകൾ സ്ഥാപിക്കണമെന്ന സർക്കാർ ഉത്തരവ് പുറത്തുവന്ന് 48 മണിക്കൂറിനകം ആദ്യ കേന്ദ്രം മുർഷിദാബാദിൽ തുറന്നു കഴിഞ്ഞു. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മറ്റൊരു തന്ത്രപ്രധാന ജില്ലയായ മാൾഡയിലും സമാനമായ രീതിയിലുള്ള ഹോൾഡിംഗ് സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം പൂർത്തിയായി വരികയാണ്. ഇന്ത്യയിലേക്ക് അതിർത്തി കടന്ന് നിയമവിരുദ്ധമായി എത്തുന്നവരെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സർക്കാർ ഈ നടപടികൾക്ക് മുൻഗണന നൽകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബംഗാൾ ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും തങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ നിയമവിരുദ്ധ ബംഗ്ലാദേശികൾക്കും റോഹിംഗ്യകൾക്കുമായി ഹോൾഡിംഗ് സെന്ററുകൾ സ്ഥാപിക്കുവാൻ ഔദ്യോഗിക നിർദ്ദേശം നൽകുന്നത്. ഇതിന് തൊട്ടുപിന്നാലെ മുർഷിദാബാദിലെ ലാൽഗോള മാർക്കറ്റിന് സമീപമുള്ള ബഹദർപൂരിൽ ഒരു താൽക്കാലിക കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുകയും സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയ 3 ബംഗ്ലാദേശി പൗരന്മാരെ ഇവിടെ എത്തിക്കുകയും ചെയ്തു. ലാൽഗോള പത്മ ഫിഷർമാൻ കോ ഓപ്പറേറ്റീവിന്റെ ഉടമസ്ഥതയിലുള്ള 3 നില കെട്ടിടത്തിലാണ് നിലവിൽ ഈ കേന്ദ്രം തുറന്നിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ഓഫീസും ബാങ്കും കമ്മ്യൂണിറ്റി ഹാളും പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഭരണകൂടവും പോലീസും ചേർന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഹോൾഡിംഗ് സെന്ററാക്കി മാറ്റിയത്. മാൾഡ ജില്ലയിലും സമാനമായ രീതിയിൽ സ്വയം സഹായ സംഘങ്ങളുടെ പരിശീലനത്തിനായി നീക്കിവെച്ചിരുന്ന ഒരു സർക്കാർ കെട്ടിടമാണ് ഹോൾഡിംഗ് സെന്ററാക്കി മാറ്റുന്നത്. ഇംഗ്ലീഷ് ബസാർ ടൗണിലെ ചന്ദൻ പാർക്ക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി CCTV ക്യാമറകൾ സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. 12 പോലീസുകാർ, 3 സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ, 3 സിവിക് വോളണ്ടിയർമാർ എന്നിവരടങ്ങുന്ന ശക്തമായ സുരക്ഷാ വലയമായിരിക്കും ഇവിടെ ഏർപ്പെടുത്തുക. പിടികൂടി എത്തിക്കുന്നവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും പാകം ചെയ്യുന്നതിനായി പ്രത്യേക പാചകക്കാരെയും ഇവിടെ നിയമിക്കുന്നുണ്ട്. അതിർത്തി കടന്നുള്ള കുടിയേറ്റം പൂർണ്ണമായി തടയും എന്നത് BJPയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. അധികാരമേറ്റ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടുന്നതിനായി BSFന് ഭൂമി വിട്ടുനൽകുവാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. മുമ്പ് ഭരിച്ചിരുന്ന തൃണമൂൽ കോൺഗ്രസ് സർക്കാർ തടസ്സപ്പെടുത്തിയ പദ്ധതികളാണ് ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കപ്പെടുന്നത്. പശ്ചിമ ബംഗാളിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും ബംഗ്ലാദേശുമായുള്ള നീണ്ട അതിർത്തിയും എക്കാലത്തും വലിയ തോതിലുള്ള ജനസംഖ്യാ വ്യതിയാനങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. വിഭജന കാലം മുതൽ ആരംഭിച്ച അഭയാർത്ഥി പ്രവാഹം പിൽക്കാലത്ത് വലിയ തോതിലുള്ള നിയമവിരുദ്ധ കുടിയേറ്റമായി മാറുകയായിരുന്നു. സമീപകാലത്ത് മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ ജനവിഭാഗങ്ങൾ കൂടി ബംഗ്ലാദേശ് അതിർത്തി വഴി പശ്ചിമ ബംഗാളിലേക്ക് വ്യാപകമായി കടന്നുകയറാൻ തുടങ്ങിയതോടെ വിഷയം രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ഒന്നായി മാറി. ബംഗാളത്തിൽ അധികാരത്തിൽ വന്ന പുതിയ BJP സർക്കാർ അതീവ മുൻഗണന നൽകി നടപ്പിലാക്കുന്ന ഹോൾഡിംഗ് സെന്ററുകൾ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ ഈ കുടിയേറ്റം സൃഷ്ടിക്കുന്ന സാമൂഹിക സാമ്പത്തിക സുരക്ഷാ വെല്ലുവിളികളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഈ ജനവിഭാഗങ്ങൾ ബംഗാളിൽ വലിയ രീതിയിലുള്ള ആസൂത്രിത ഭീകരാക്രമണങ്ങൾ നടത്തിയതായി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും പ്രാദേശികമായ ക്രമസമാധാന പ്രശ്നങ്ങളിലും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വലിയ അടിയൊഴുക്കുകളിലും ഇവരുടെ സാന്നിധ്യം സുരക്ഷാ ഏജൻസികൾ നിരന്തരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിയമവിരുദ്ധമായി അതിർത്തി കടന്നെത്തുന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാരും റോഹിംഗ്യകളും ഉൾപ്പെടുന്ന പ്രധാന കുറ്റകൃത്യം വ്യാജരേഖകൾ ചമയ്ക്കലാണ്. ഇന്ത്യയിൽ സ്ഥിര താമസമാക്കുന്നതിനും നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമായി ഇവർ പ്രാദേശിക ഏജന്റുമാരുടെ സഹായത്തോടെ വ്യാജ ആധാർ കാർഡുകൾ, വോട്ടർ ഐഡന്റിറ്റികൾ, റേഷൻ കാർഡുകൾ എന്നിവ നിർമ്മിക്കുന്നതായി പശ്ചിമ ബംഗാൾ പോലീസും അതിർത്തി രക്ഷാസേനയും നിരവധി തവണ കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തെ പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ട രേഖകൾ ഇത്തരത്തിൽ വിദേശ പൗരന്മാർ കൈക്കലാക്കുന്നത് ഭാരതത്തിന്റെ പരമാധികാരത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുവാനും വോട്ട് ബാങ്കുകളായി മാറാനും ഇവർ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം കാലങ്ങളായി ബംഗാളിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് തദ്ദേശീയരായ ജനങ്ങളുടെ തൊഴിലവസരങ്ങളെയും വിഭവങ്ങളെയും കവർന്നെടുക്കുന്നതിലേക്ക് പോലും നയിക്കുന്നു. പലപ്പോഴും പ്രാദേശികമായ ചേരിതിരിവുകളിലേക്കും സംഘർഷങ്ങളിലേക്കും ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഭീകരവാദ സംഘടനകളുമായുള്ള ബന്ധവും മയക്കുമരുന്ന് മനുഷ്യക്കടത്ത് ശൃംഖലകളിലെ സാന്നിധ്യവുമാണ് സുരക്ഷാ ഏജൻസികളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വശം. റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകളിലെ ദാരിദ്ര്യവും നിരാശയും ചൂഷണം ചെയ്ത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ അവിടുത്തെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ മുൻപ് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ അതിർത്തി വഴി കടത്തിവിടുന്ന വ്യാജ കള്ളപ്പണ ഇടപാടുകളിലും ലഹരി വസ്തുക്കളുടെ വിതരണത്തിലും ഇത്തരം നിയമവിരുദ്ധ കുടിയേറ്റക്കാർ പലപ്പോഴും കാരിയർമാരായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിൽ പോലീസിൻ്റെയോ മറ്റ് അധികാരികളുടെയോ കൃത്യമായ നിരീക്ഷണമില്ലാത്ത ഉൾപ്രദേശങ്ങളിൽ ഒളിച്ചു താമസിക്കുന്ന ഇവർ പ്രാദേശികമായ ക്രിമിനൽ സംഘങ്ങളുമായി ചേർന്ന്
മോഷണം, അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് തുടങ്ങിയ അനധികൃത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ബംഗാളിലെ ജനസംഖ്യാ ഘടനയിൽ ഉണ്ടാകുന്ന ദ്രുതഗതിയിലുള്ള മാറ്റം ഭാവിയിൽ വലിയൊരു സാമൂഹിക സ്ഫോടനത്തിന് കാരണമാകുമെന്ന വിലയിരുത്തലിലാണ് നിലവിലെ ഭരണകൂടം കർശന നടപടികളിലേക്ക് നീങ്ങിയത്. അതിർത്തി ജില്ലകളായ മാൾഡ, മുർഷിദാബാദ്, നാദിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ തദ്ദേശീയരായ ജനങ്ങളെക്കാൾ കൂടുതൽ ഇത്തരം കുടിയേറ്റക്കാരുടെ സാന്നിധ്യം പ്രകടമാകുന്നത് പലയിടങ്ങളിലും ഭൂമി സംബന്ധമായ തർക്കങ്ങൾക്കും വർഗീയ സംഘർഷങ്ങൾക്കും വഴി തുറന്നിട്ടുണ്ട്. സ്വന്തമായി യാതൊരു രേഖകളുമില്ലാതെ രാജ്യത്ത് തുടരുന്ന ഇവരെ കൃത്യമായി നിരീക്ഷിക്കുക എന്നത് സുരക്ഷാ ഏജൻസികൾക്ക് പലപ്പോഴും വലിയ വെല്ലുവിളിയാണ്. ഈ പശ്ചാത്തലത്തിലാണ് വിദേശ പൗരന്മാരെ തിരിച്ചറിഞ്ഞ് അവരെ താൽക്കാലികമായി പാർപ്പിച്ച് ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച ശേഷം നാടുകടത്തുക എന്ന ലക്ഷ്യത്തോടെ ഡിറ്റക്ട് ഡിലീറ്റ് ഡീപ്പോർട്ട് എന്ന നയം പുതിയ സർക്കാർ നടപ്പിലാക്കുന്നത്. വിഭവങ്ങളുടെ സുതാര്യമായ വിതരണത്തിനും ബംഗാളിന്റെ ആഭ്യന്തര ഭദ്രത ഉറപ്പാക്കുന്നതിനും അതിർത്തി കടന്നുള്ള ഈ കുടിയേറ്റം പൂർണ്ണമായും തടയേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് രാജ്യം ഒറ്റക്കെട്ടായി വിലയിരുത്തുന്നു. അനധികൃതമായി രാജ്യത്ത് തുടരുന്ന ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും കണ്ടെത്തി നാടുകടത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കണ്ടെത്തുക, വോട്ടർ പട്ടികയിൽ നിന്നും മറ്റ് രേഖകളിൽ നിന്നും അവരുടെ പേരുകൾ നീക്കം ചെയ്യുക, തുടർന്ന് അവരെ സ്വന്തം രാജ്യത്തേക്ക് നാടുകടത്തുക എന്ന ഡിറ്റക്ട് ഡിലീറ്റ് ഡീപ്പോർട്ട് നയമാണ് സർക്കാർ ഇതിനായി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തുന്ന വ്യക്തികളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും. ഇവരുടെ പേര്, രക്ഷിതാക്കളുടെ വിവരങ്ങൾ, മേൽവിലാസം, ബന്ധുക്കളുടെ വിവരങ്ങൾ എന്നിവ ശേഖരിച്ച് ഇവർ അവകാശപ്പെടുന്ന പ്രദേശങ്ങളിലെ അധികാരികൾക്ക് അയച്ചു കൊടുക്കും. ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി നൽകിയിട്ടുള്ള 30 ദിവസത്തെ സമയപരിധിയിൽ ഈ വ്യക്തികൾക്ക് ഹോൾഡിംഗ് സെൻറ്ററിൽ തന്നെ തുടരേണ്ടി വരും. നിശ്ചിത സമയത്തിനുള്ളിൽ റിപ്പോർട്ട് ലഭിച്ചില്ലെങ്കിലോ ഇവർ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് സ്ഥിരീകരിച്ചാലോ ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസർക്ക് ഇവരെ നാടുകടത്താനുള്ള നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാം. പിടിക്കപ്പെടുന്നവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച ശേഷം BSFൻ്റെയോ കോസ്റ്റ് ഗാർഡിൻ്റെയോ സഹായത്തോടെയായിരിക്കും ഇവരെ അതിർത്തി കടത്തിവിടുക. ബംഗാളിൻ്റെ അതിർത്തി സുരക്ഷയും ആഭ്യന്തര ഭദ്രതയും ഉറപ്പുവരുത്തുന്നതിനായി പുതിയ സർക്കാർ നടപ്പിലാക്കുന്ന ഈ കർശന നടപടികൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. രാഷ്ട്രീയപരമായും ഭരണപരമായും നോക്കുമ്പോൾ മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും ഇത് വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ ശൈലിക്കേറ്റ കനത്ത പ്രഹരമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബംഗ്ലാദേശി കുടിയേറ്റക്കാരോടും റോഹിംഗ്യകളോടും മമതാ ബാനർജിയുടെ സർക്കാർ മൃദു സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എന്നും അവരെ സ്വന്തം വോട്ട് ബാങ്കായി ഉപയോഗിക്കുകയാണെന്നും BJP കാലങ്ങളായി ഉന്നയിക്കുന്ന പ്രധാന ആരോപണമായിരുന്നു. പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതോടെ തൃണമൂലിൻ്റെ പരമ്പരാഗത വോട്ട് അടിത്തറയിൽ വലിയ വിള്ളലുണ്ടാകും. കേന്ദ്ര സർക്കാർ 2025 മെയിൽ പുറപ്പെടുവിച്ച കടുത്ത നാടുകടത്തൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ മമതാ ബാനർജി സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഭരണമാറ്റമുണ്ടായി BJP സർക്കാർ അധികാരത്തിൽ വന്നതോടെ മമത തടഞ്ഞ അതേ ഉത്തരവ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ഉത്തരവിടുകയും 48 മണിക്കൂറിനകം ആദ്യ ഹോൾഡിംഗ് സെൻറ്റർ തുറക്കുകയും ചെയ്തു. തങ്ങളുടെ മുൻകാല നയങ്ങൾ പൂർണ്ണമായും റദ്ദാക്കപ്പെടുന്നത് തൃണമൂലിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. ബംഗ്ലാദേശ് അതിർത്തിയിൽ മതിൽ കെട്ടുന്നതിനായി അതിർത്തി രക്ഷാസേനയ്ക്ക് ഭൂമി വിട്ടു നൽകാൻ മമതാ ബാനർജി തയ്യാറായിരുന്നില്ല. BSFൻ്റെ അധികാരം കൂട്ടുന്നതിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുക വരെ TMC ചെയ്തിരുന്നു. എന്നാൽ പുതിയ സർക്കാർ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ BSFന് ഭൂമി നൽകാൻ തീരുമാനിച്ചതോടെ അതിർത്തി സുരക്ഷയുടെ പേരിൽ മമത ഉയർത്തിയ പ്രാദേശികവാദങ്ങളുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു. ബംഗാളിൻ്റെ സംസ്കാരവും അധികാരവും സംരക്ഷിക്കാൻ തൃണമൂലിന് മാത്രമേ കഴിയൂ എന്നതായിരുന്നു മമതാ ബാനർജിയുടെ പ്രധാന രാഷ്ട്രീയ പ്രചാരണം. എന്നാൽ ദേശീയ സുരക്ഷയും ജനസംഖ്യാ ക്രമീകരണവും മുൻനിർത്തി BJP സർക്കാർ നടത്തുന്ന ഈ അതിവേഗ നീക്കങ്ങൾ ബംഗാളിലെ തദ്ദേശീയരായ ജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണ നേടുന്നുണ്ട്. ഇത് മമതയുടെ രാഷ്ട്രീയ പ്രതിരോധങ്ങളെ ദുർബലമാക്കുന്നു. ചുരുക്കത്തിൽ, നിയമവിരുദ്ധ കുടിയേറ്റ വിഷയത്തിൽ മമതാ ബാനർജി സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ അപ്പാടെ തകടം മറിയുന്ന കാഴ്ചയാണ് ബംഗാളിൽ ഇപ്പോൾ കാണുന്നത്. ഭരണമില്ലാതെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന തൃണമൂലിന് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ അതിർത്തി ജില്ലകളിൽ പിടിമുറുക്കാനുള്ള പുതിയ സർക്കാരിൻ്റെ ഈ നീക്കം രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.